I also miss bro. പുള്ളിക്കാരിന്റെ ഫ്രണ്ട് ഹായ് ഹായ് ഹലോ വാട്ട്സ് യുവർ നെയിം അഞ്ജലി യു സഞ്ജു ഓ ഇത് നമ്മുടെ ഇവളുടെ ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ വാരണാസി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ തമിഴ് മാർക്കറ്റ് നേപ്പാളിൽ തമിഴ് മാർക്കറ്റ് വരും. കാരണം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പുറകിലെ കത്തി കാണുക എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശരീരമാണ്. ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ നേപ്പാളിലാണല്ലോ, നേപ്പാൾ കാഠ്മണ്ഡുവിലാണുള്ളത്. ആൻഡ് ഇതിപ്പോ നേപ്പാളിൽ ഇപ്പൊ ഏകദേശം ഒരു മൂന്നാമത്തെ ഡേ ആണിത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഉള്ള എവിടെയെന്ന് വെച്ചാല് നമ്മുടെ സമീർ ബ്രോന്റെ ഷോപ്പിലാണ്, പുള്ളിക്കാരന്റെ ഷോപ്പാണിത്. ഒരു ഡ്രസ്സിന്റെ ടെക്സ്റ്റൈൽ ഷോപ്പാണിട്ടത്. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാല് നമ്മളിവിടെ നേരെ തമിഴ് മാർക്കറ്റിലേക്ക് പോകാനുള്ള പരിപാടി. തമിഴ് മാർക്കറ്റ് ടെമ്പിള് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ വരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടുപോകണം. എന്നിട്ട് നാളെ നമ്മൾ ഇവിടുന്ന് രാവിലെ നേരെ പൊക്കാരയിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഇപ്പൊ നിലവിലുള്ളത്. സോ അങ്ങനെയൊക്കെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് അതിന്റെ കാഴ്ചകളും പരിപാടിയൊക്കെ കണ്ടു നോക്കാം. അത് അർഷിത് അവിടെ ഉണ്ട്. അർഷി ഒരു ഹായ് കൊടുക്കും. അർഷി ഇസ് ദേർ. സോ വി ആർ ഗോയിങ് ടു തമിഴ് മാർക്കറ്റ്. ഇതൊക്കെയല്ലോ കേട്ടോ നമുക്ക് ഇവിടെ പോണത്. നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്, നമ്മുടെ നേപ്പാളി കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെയാണ് ഇപ്പൊ നമ്മള് പശുപതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാക്ക് കാണുന്ന തടാകമാണ്. അതിനപ്പുറത്ത് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്, ജോഗിങ് കഴിയുന്നുണ്ട്. നല്ല രസമുള്ള മൊമെന്റ് ആണ്. സത്യമാരാണെങ്കിൽ നേപ്പാൾ വെരി നൈസാണ്. നേപ്പാളിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. ഹായ്. ഇവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. നേപ്പാള് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പീസാണ്. മീൻസ് വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു സിറ്റിയാണ് നേപ്പാള്. സമാധാനപരമായിട്ട് ഇങ്ങനെ ജീവിച്ച് പോകാൻ പറ്റിയ സിറ്റിയാണ്. അതായത് ഇവിടെ മതത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജാതിന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും അവനാൻ്റെ പരിപാടികൾ നോക്കുക, അവനാൻ്റെ കാര്യങ്ങൾ നോക്കുക. എല്ലാവരും പാവങ്ങളാണ്. ഓക്കെ, ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ മച്ചാ നമുക്ക് വിവരിച്ചു തരും. കാര്യങ്ങളൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇവിടെ ചെരുപ്പ് ഊരണ ഇവിടെ ചപ്പൽ നോ പ്രോബ്ലം. ഓക്കെ, ചെരുപ്പ് ഊരന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആണ്, ഇവിടെ നേപ്പാളി ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ. അതായത് എന്താ വെച്ചാൽ പശുപതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്, ബാക്ക് സൈഡ് ആണ് ശരിക്കും തരുന്നത്. പശുപതി ടെമ്പിൾസ് ബാക്ക് സൈഡ് കിട്ടില്ല ടെമ്പിളാട്ടോ. അകത്ത് അവിടെ പിള്ളേർ കരാട്ട പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി പിള്ളേരാണ്, കൊള്ളാം. ഒരു ഏരിയകളാട്ടോ ഇങ്ങനത്തെ ചെറിയ എത്രങ്ങാനും ആണ് നോക്ക്. 1, 2, 3 അല്ല കേട്ടോ. ഇവിടെ നിന്ന് ഇത് ഈ ഒരു സൈഡ് മുതൽ ആ സൈഡ് വരെ അത് തന്നെയുള്ളത്. ഓ സോ ബ്യൂട്ടിഫുൾ മാൻ. ഭയങ്കര രസമാട്ടോ അത്. ഒരു രക്ഷയില്ല സംഭവം, അടിപൊളി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ടെമ്പിൾ കൂടിയാണത്. കാരണം എന്താ കാളി പ്രത്യക്ഷപ്പെടുക, അങ്ങനത്തെ നല്ല പവറുള്ളൊരു ദേവിയാണെന്നൊക്കെയാണ് ഇവർ പറയപ്പെടുന്നത്. ഈ പ്ലേസ് കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടോ ഓരോ ഒരു പ്രതിഷ്ഠകളുണ്ടോ. പശുപതി ടെമ്പിളിന്റെ ഫസ്റ്റ് എൻട്രൻസ് ആണിത്. ഇത് മെയിൻ എൻട്രൻസ് ഏറ്റവും ടോപ്പിലാട്ടോ വരുന്നത്. അതിൻ്റെ പുറത്തുള്ള കുറച്ച് ആർക്കിടെക്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഫുള്ള് ഇഷ്ടിക കൊണ്ടാണ് ഇവിടെ ഈ ബിൽഡിങ്സ് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സി മൊത്തം ഇഷ്ടികയാണിത്. ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓ മെയിൻ ടെമ്പിൾ കിതർ മെയിൻ ടെമ്പിൾ ആ ഒരു സൈഡിലാണ് വരുന്നത്. ഓ അവിടെ അങ്ങോട്ട് നോക്കടാ, എന്ത് രസാന്ന് പറയുക. ടെമ്പിൾ ആണ് പഴയ ചെറിയ ടെമ്പിൾസ് ആട്ടോ. ഇതിനുള്ളിൽ ചെറിയ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ മതി.
ഈ ടെമ്പിളിന്റെ 1 സെക്കൻഡ് ബ്രോ, ഇവിടുത്തെ ടെമ്പിളിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. അതായത് ഇവിടെ ഈ ഹോള് കണ്ടില്ലേ, ഈ ഹോളിന്റെ അകത്ത് കണ്ണടച്ചിട്ട് ഇപ്പോൾ ബ്രോ പോകും, കണ്ണടച്ചിട്ട് കൈ അതിൻ്റെ ഉള്ളിൽ കയറി പോവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ പോയിട്ടില്ല എന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെ ഉള്ളത് നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഇവര് അത് കണക്കാക്കപ്പെടുന്നത്. എന്റെ കൈ പോയിട്ടോ, ഒരു അനുഗ്രഹം കിട്ടി, അനുഗ്രഹം കിട്ടി. നെക്സ്റ്റ് യുഗോ ഇപ്പൊ എന്താ കണ്ണടച്ച് പോകുന്നുണ്ട്, കൈ അതിൻ്റെ ഉള്ളില്. നോ ആർച്ച പോടാ പോ. ഞാൻ ട്രൈ ചെയ്തേക്കാം. ലൈക്ക് ദിസ്. You also try. Close eye. Oh, say thoda sa. കൊണ്ടിട്ടില്ല. എന്ത് വന്നാലും അതിൻ്റെ ഉള്ളിൽ കൈയിടൂല എന്നും പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. അവിടെ പിടിച്ചതാക്കിപ്പിക്കേ ആള് വരുമ്പോ പറയാം. പോട്ടെ. ചെക്കനെ പോയിട്ടോ. ഈ ടെമ്പിളിലേക്ക് പോണ എടുത്തുണ്ട് കേട്ടോ ഇതേപോലത്തെ അഘോരികളാണ്, അഘോരി ടീമുകളാണ്. ഇവിടെ നിന്ന് ആശീർവാദമൊക്കെ വാങ്ങി പോണ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ വാരണാസി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ തമിഴ് മാർക്കറ്റ്, നേപ്പാളിലെ തമിഴ് മാർക്കറ്റ് വരും. കാരണം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പുറകിലെ കത്തി കാണുക എന്താ വെച്ചാൽ മനുഷ്യന്റെ ശരീരമാണ് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാരണാസിയിൽ പോയിട്ട് കണ്ട അതേ കാഴ്ച തന്നെയാണ് എന്ത് നമ്മുടെ നേപ്പാളില് കാഠ്മണ്ഡുവിൽ ഈ ഒരു പ്ലേസിലേക്ക്, അതായത് തമിഴ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും അതേപോലെ മനുഷ്യന്റെ ശരീരം എന്താണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ മൂന്ന് ബോഡി ഇത് അവിടെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വാരണാസിൻ്റെ സെയിം ഫീലിംഗ് തന്നെയാണ്. കാരണം വാരണാസിയിൽ ഏകദേശം ഇതേ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ ഇവിടെ എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ്, രണ്ട് നല്ല മാറ്റമുണ്ട്. വാരണാസിയിലെ സെയിം മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെയിം മെത്തേഡ് കേട്ടോ. അവിടെ ഇതേപോലെ വാരണാസിയിൽ ഉണ്ടായിരുന്ന നമ്മൾ നൈറ്റ് കണ്ടിട്ടുണ്ടല്ലോ എന്ത് ഗംഗാ തീര ആർത്തി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട്, ഗംഗാ ആർത്തി. യെസ്, അതേപോലത്തെ പരിപാടി നടക്കുന്ന ഒരു പ്ലേസാണ് ഇതാ കാണുന്ന ആ പ്ലേസ് കേട്ടോ. നമ്മൾ ആ ദൂരെ കാണുന്ന പ്ലേസ്. ഇവിടെ ഇതാ ഒരു ഡെഡ് ബോഡി കത്തി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള കാഴ്ച കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. ഈ കത്തി എറിഞ്ഞുകൊണ്ടിരിക്കണ ശവശരീരങ്ങളാട്ടോ, മനുഷ്യൻ്റെ ശരീരമാണിത്. അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹൊറബിൾ ആയിട്ടുള്ള കാഴ്ച കേട്ടോ. ഇതാ ശരീരം, അതാ മനുഷ്യ ശരീരമാണ്. ഇതന്നെയാണ്. അതായത് നമ്മുടെ പശുപതി ടെമ്പിള് ഈ സ്ഥിതി ചെയ്യുന്ന പ്ലേസിൽ അതായത് ഒരു വലിയൊരു കുരങ്ങുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുരങ്ങ് ഈ നാടിനെ ഒരുപാടധികം ആൾക്കാരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു കുരങ്ങാണെന്നാണ്. ആ കുരങ്ങിനെ അങ്ങനെ ഇവിടെ ഈ ടെമ്പിളിൻ്റെ അകത്ത് ഒരു കേവിലാക്കിയിട്ട്, അതായത് ഒരു പ്ലേസിലാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അതായത് കൂട്ടിലടച്ച് വെച്ചിട്ടുണ്ട് സംഭവം. അതൊക്കെ ഈ റൂട്ടിൽ കാണാൻ കഴിയുന്ന ഒരു സംഭവം കേട്ടോ. അതായത് നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ ഈ ഇവിടെ ഒരു വലിയൊരു നദി പൊതിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കാഴ്ചയും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളൊരു ഹിമാലയൻ കൺസെപ്റ്റ് തന്നെയാണ്, ഹിമാലയൻ തന്നെയാണെന്ന് പറയാം ശരിക്കും. ഓക്കെ, അതായത് നമുക്ക് ആ മങ്കിനോടെ കാണാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. വാവ്, ഏതാണ് മങ്കി? അങ്ങനെ പക്ഷെ പോയിട്ടുണ്ടെന്നാണോ പറയണേ? ഇപ്പൊ എങ്ങോട്ട് പോയി? ഓക്കെ, സൂക്കൊണ്ടായിരുന്നില്ല. ആദ്യം ഇവിടെ ആ കുരങ്ങിട്ടുണ്ടായിരുന്ന കാരണേ ഇപ്പൊ അതിനെ സൂയിലേക്ക് മാറ്റിത്രേ. ബുദ്ധ. ഇവിടെ ഈ റിവറിന്റെ പേര് ബാഗ്മതി റിവർ എന്നാട്ടോ. ബാഗ്മതി നദിയാണ് ഈ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ വെള്ളം ഫുള്ള് ഐക്കാട്ടോ, ഫുൾ ബ്ലാക്ക് കളറിലുള്ളത്. ഇതേപോലെ മൗണ്ടെയിൻസ് ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയത് കേട്ടോ. അതായത് ഫുൾ മൗണ്ടെയിൻസ് ആട്ടോ ഇതൊക്കെ ഉണ്ടോ. ഇതൊക്കെ ഇപ്പൊ ഫുൾ പാറകളാണ്. ഹൗസ് ആയിരുന്നേ. അച്ഛാ, അതായത് വീട്ടില് ആളുകൾ താമസിക്കുന്ന വീടാട്ടത്. പക്ഷേ എന്റെ മുന്നേ അടിപൊളി, നല്ല വ്യൂ കണ്ട് രാവിലെ എണീക്കുക. പക്ഷെ നൈസാ കണ്ടോ, മലകളാണ്, ഫുള്ള് കല്ല് ഉണ്ടോ.
ഇതിനകത്ത് ഒരു എന്താ പറയുക ഒരു പ്രതിഷ്ഠ ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് കാണുള്ള ഫുള്ള് ഇരുട്ടാട്ടോ. ജൂം കർക്കത്ത് നെയ്യാത്ത അതായത് കാണുന്ന ഓട്ടോമാറ്റിക് ഭൂമിയിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയേക്കാണ്. ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ എൻട്രൻസ് കടന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട്. മാത്രമല്ല നമുക്ക് ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് വേണം നമുക്ക് ഓക്കെ. അതായത് ഇവിടെയാണ് നമ്മളെ ടെമ്പിൾ വരുന്നത്. 3 ദേവികളൊക്കെ ഉള്ളൊരു ടെമ്പിളാണ് ഈ ടെമ്പിൾ വരുന്നത്. ചെരുപ്പ് ഊരിയിട്ട് വേണം അകത്ത് കയറാൻ. അവിടെ ക്ലോക്ക് റൂമും കാര്യങ്ങളിലും അവിടെ പോയിട്ട് നമുക്ക് നമ്മളെ ചെരുപ്പ് ഊരി വെച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കും കേട്ടോ. നല്ല രസമാണ്. ഏകദേശം ഒരു പട്ടായയിലൊക്കെ പോയിട്ടുള്ള ഒരു സെയിം ഒരു മൂഡാണ് ഇവിടെ. ആർക്കിടെക്ചറിങ് ബേസ് ആയിട്ടുള്ള നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളെ ഹനുമാന്റെ രൂപത്തിലുള്ള ഒരാൾ കേട്ടോ. പുള്ളി മീൻസ് അങ്ങനത്തെ വേഷം കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ ആളുകളിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. അതേപോലെ സന്യാസികളൊക്കെ ഉണ്ട്. ഫോറിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഫോറിനേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. കാഠ്മണ്ഡു എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഫേമസ് പ്ലേസ് ആണല്ലോ. പിന്നെ ഈ ഒരു ഏരിയ മാത്രമേ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് മെയിൻ ടെമ്പിൾ വരുന്നത് കേട്ടോ. അതിനകത്തേക്ക് ടെമ്പിളിൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോൺ ഇവിടെ വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് ഫോൺ ഇവിടെ എടുത്തിട്ട് ബാക്കി അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അതായത് എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് കാണാനുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പാടില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ പോയിട്ട് കാണാം. ജയ് ദുർഗേ. ഞങ്ങള് ഇവിടുത്തെ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നതാ കേട്ടോ. मैदा का आइटम है वो नॉन वेज नहीं है ഓ ഇത് ആക്ച്വലി മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. വെജാണ് നോൺ വെജ് അല്ല. സോറി ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആട്ടോ. ബ്രോ आपका नाम ലപ്പ, തുമാരാ സുധീർ. ഇത് പിന്നെ നമ്മളെ ഫ്രണ്ടാണ് സമീർ ഭായ്. ഇത് പിന്നെ അർഷാദ്. ബ്രോ आपका ഉസാഫ്. ഓക്കെ ഗൈസ്. ഈ സാധനം ശരിക്കും നോൺ വെജ് അല്ല. കുറച്ചും കൂടെ അടുത്തേക്കുക. നോൺ വെജ് അല്ല, ഇത് ശരിക്കും വെജാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വെജ് എന്ന് പറയാൻ പറ്റും. മൈദയാണ് ശരിക്കും മൈദ. അതേപോലെ തന്നെ നമ്മുടെ മാഗിൻ്റെ ഒരു പീസ് പോലത്തെ സാധനം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസിയാണ് സാധനം. ഇതിങ്ങനെ നമ്മൾ ടേസ്റ്റ് ഉണ്ട് സാധനം. ടിബറ്റൻ ഫുഡാട്ടോ. നോട്ട് എ നേപ്പാളി ഫുഡ്, ടിബറ്റൻ ഫുഡ്. ഇതിൻ്റെ പേര് ലാഫിങ്. നമ്മുടെ ബുദ്ധ സ്കൂപ്പ വരുന്ന കേട്ടോ. നേരത്തെ നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നൈറ്റ് ലൈഫ് ആണിത്. അത്യാവശ്യം കുറേ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളിപ്പോൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ലാഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ട് ഇവിടെ ഈ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. നല്ല രസമാണ് ഇവിടെ. ഓ ഉസ്കാ ആദ്മി ക്യാ ബോലേഗാ ലാമ. യെസ്. ആ ഈ റെഡ് ഡ്രസ് ഇട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. മീൻസ് നമ്മൾ കൊടകിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ലാമ എന്ന് പറയുന്ന മതവിശ്വാസം. ബുദ്ധിസ്റ്റ്. യെസ്, ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഏരിയ ഉണ്ടോ. അതായത് ഇപ്പോൾ ഈ നേപ്പാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് എന്താണ് ബുദ്ധമതവിശ്വാസികളുടെ ഏരിയ. പുള്ളിക്കാരൻ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കാണ്ടോ. ഇതാണ് ആള്. പോകുന്ന बहुत मीन्स 800 like 1000. बहुत अच्छा है वो भी. Thank you. ഇവിടെ കുറെ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള കഫേസുകളൊക്കെ. ഈ കഫേയിൽ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഇതിന്റെ കാഴ്ച കണ്ടിരിക്കുക. നല്ല രസമാണ് സംഭവം. അതായത് ഈ ലാമ എന്നറിയപ്പെടുന്ന ഈ ഒരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ശരിക്കും കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്, കല്യാണം കഴിക്കാത്ത ആളുകളുണ്ട്. 2 കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാമ പഠിക്കുന്ന സമയത്ത് പ്രോമിസ് ചെയ്യുമല്ലോ. മീൻസ് അതായത് ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കൂല എന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കല്യാണം കഴിക്കുന്നുള്ള കല്യാണം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു മൈൻഡിൽ ലാമ ചേരുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് ഇവിടെ എല്ലാവരും കല്യാണം കഴിക്കാത്ത ആളുകളൊന്നുമല്ല.
ഇവിടുത്തെ നോർമൽ കടകളിലൊക്കെ കിട്ടുന്ന സാധനം, അതായത് ചെടി കുരുമുളക് ഇത് അവിടെ ഉണ്ട്, അതേപോലെ തന്നെ കഞ്ചാവിൻ്റെ സീഡ്. സംഭവം എന്താ വെച്ചാൽ ഇവർ മറ്റേ നമ്മുടെ ചട്ടിനിക്ക് വേണ്ടി യൂസ് ചെയ്യണതാണ്. ഈ കുരു എടുത്തിട്ട് സീഡ് യൂസ് ചെയ്തിട്ട് ചട്ടി ഉണ്ടാക്കും. ഇവിടെ സാധാരണ ഷോപ്പിലൊക്കെ ഇതാ ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ ഇത് കിട്ടും. മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ, അതായത് നേപ്പാളത്തെ അവസാനത്തെ ഡേ ആണ് കേട്ടോ. നാളെ നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ്, അതായത് നമ്മൾ പൊക്കാരയിലേക്ക് പോവാണ്. അതായത് ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷമീർ ബ്രോൻ്റെ വീട്ടിലാണുള്ളത്. നമ്മുടെ ഭരണത്തൊക്കെ ആയിട്ട് ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവൻ്റെ ഉമ്മ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഉമ്മ ഇന്ന് ഭരണത്തായിട്ട് സ്പെഷ്യലായിട്ട് ഫുഡ്. ഹായ്, ഇത് നമ്മളെ ഫ്രണ്ടാണ്, പുള്ളിക്കാരിൻ്റെ ഫ്രണ്ട്. ഹായ് ഹായ്, ഹലോ. വാട്ട്സ് യുവർ നെയിം? അഞ്ജലി. യുവർ? സഞ്ജു. ഓ, ഇത് നമ്മുടെ ഇവളുടെ ഫ്രണ്ടാണ് കേട്ടോ. ബറാത്ത് ഓ ചാ, ഇന്ന് ബറാത്ത് ആയതുകൊണ്ട് ഒരു വന്നാട്ടോ ഫ്രണ്ട്സ്. ഇത് ഫാദറാണ് ഇവളുടെ. പുള്ളിക്കാരൻ ടൈലറാണ് കേട്ടോ. ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച് വന്നത്. ഇപ്പോൾ നേപ്പാൾ വന്നതിന് ശേഷം ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് താമസിച്ച വീടാണിത്. പുള്ളി അതാണ് ഈ ബ്രോന്റെ വീട്ടിലാണ് നമ്മൾ നിന്നുണ്ടായിരുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ബറാത്തായിട്ട് സ്പെഷ്യൽ ഫുഡ് മമ്മ ഓക്കെ ബോലേഗ പലാവ് 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 ഉണ്ട്, ബഫ് ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഫ്രൈ रोस्ट हुआ, रोस्ट है, सलाद है, सलाद, पपड़म, प्राउन बोला जाता है, प्राउन. ഓക്കെ, നല്ല അടിപൊളി ഫുഡ് ഉണ്ട്. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ബ്രോനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബ്രോ ആക്ച്വലി നൈസാട്ടോ. കാരണം എന്താ വെച്ചാല് പുള്ളി എന്താണ് എന്റെ പേര്, ലാമ എന്ന് പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അത് ഏകദേശം പുള്ളിക്കാരെ ഏകദേശം 13 വർഷമായിട്ട് പഠിച്ചിട്ടുണ്ട് ആ സംഭവം. അതിന് ശേഷം ഒക്കെ അവിടെ ഇറങ്ങിയിട്ടുള്ള കേട്ടോ. നൈസ് മെമ്പറാണ്. മമ്മ ഏക്ക് ഹായ് ബോലോ. ഹായ്. മമ്മ നൈസാടോ, മമ്മ ഒരു രക്ഷയില്ല, അടിപൊളി ആത്മീയെ. അപ്പം ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടോ കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ നേപ്പാളത്തെ കാഠ്മണ്ഡുവിലുള്ള നമ്മുടെ ഷമീർ ബ്രോന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. നമ്മൾ ഇനി നേരെ പോകണമെന്ന് വെച്ചാൽ നേരെ കാഠ്മണ്ഡു നമ്മൾ പോണ പൊക്കാറിലേക്കാണ് പോണത്. ഏകദേശം 7 മണിക്കാണ് നമുക്ക് ബസ്. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ വീടാണിത്. ഏകദേശം ഇന്നലെ എന്നല്ല, ഏകദേശം 5 ദിവസമായിട്ട് നമ്മൾ താമസിച്ച നമ്മുടെ വീടാണിത്. അതായത് നമ്മുടെ മസ്കാന്റെ ഒക്കെ വീടാണ്. ഇവരെ നമ്മളെ മിസ് ചെയ്യുന്ന പറയണത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളെന്തായാലും നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ ഇവരെ ഫ്രണ്ട്സ് ആട്ടോ. അപ്പൊ നമുക്ക് ഇനി നേരെ ഇവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ നേരെ ഇനി ബസ് 7 മണിക്കാണ് നേരെ അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് ബസ് കയറിയിട്ട് നാളെ പോക്കാര രാവിലെ. അപ്പൊ നേരെ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ച. ശരിക്കും ഇവിടെ നേപ്പാളിലൊക്കെ എത്തിയിട്ട് ഒരു നല്ലൊരു ഫാമിലി കിട്ടിയിട്ടു. നമുക്ക് ഇനി ഏത് കാലത്തും ആണെങ്കിലും ഇങ്ങോട്ട് വരാന്നുള്ളത് അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഫാമിലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ യാത്രയൊക്കെ ഞാൻ ഒറ്റക്ക് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഓരോ വീട്ടിലെ ഉമ്മയൊക്കെ ഞങ്ങളെ കൂടെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ ഷമീർ ബ്രോന്റെ ഫാദറിന്റെ ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് പുള്ളിനെ കണ്ടിട്ട് സലാം പറഞ്ഞിട്ട് നമുക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ ഫാദറിന്റെ ഷോപ്പിൽ എത്തിയിട്ട് ഇവിടെ എല്ലാവരും മിസ്സിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, ഏകദേശം ഒരു 5 ദിവസമായിട്ട് ഇവരെ വീട്ടിലാണ്. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ കിടന്നു തുടങ്ങി, ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ബാക്കി 4 ദിവസം ഓരോ വീട്ടിലാണ്. പോവാം, പോട്ടെ എന്നാല്. ഇൻഷാ അല്ലാഹ് ബൈ. കോൾ ഫ്രം യുവർ മാരേജ് ടൈം. ठीक है मामा, बाय बाय बाय, टेक केयर, टेक केयर. അപ്പോ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് സത്യം പറയണേ. നമ്മളോട് കുറേ ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് അനുയോജ്യമായ സമയം ഓവറായതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ചാർജസ് വരുന്നത് വെച്ചാൽ നേപ്പാളി റുപ്പീസ് 1200 രൂപയാണ്. അതായത് നമ്മുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 അടുത്ത് വരും കേട്ടോ എമൗണ്ട്. ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്, അതായത് എന്താ പറയുക ട്രാവൽസ് വരുന്നത്. 7 മണിക്കാണ് വണ്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഷാർപ്പ് 7 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി വന്ന് ഞങ്ങൾ ലഗേജ് ഞങ്ങൾ അതിൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. പൊക്കാരൊക്കെയുള്ള വണ്ടിയാണിത്. ഷമീർ ബ്രോ ബൈ, മിസ് യു. അപ്പോൾ ബസ് കയറട്ടെ ഇനി. कॉल करेगा ठीक है.
നമ്മൾ നേരെ കേറട്ടെ ബസ്സിൽ. ബസ് നമുക്ക് സ്നാക്ക് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബസ്. കൊൻസാ താരഭാരാന്ന് പറഞ്ഞാല് 7-8 ഭയ്യ. നമ്മൾ 17-18 അങ്ങാന്നല്ലോ പറഞ്ഞിന്. 13 ഇന്ത്യ അറിയാത്ത പ്രശ്നം. നല്ല സീറ്റാ കേട്ടോ അല്ലേ, അടിപൊളി സീറ്റാ. രാജകീയം. നല്ല സുഖം ഉണ്ട് കേട്ടോ, കാലക്കാനൊക്കെ സെറ്റപ്പ്. ചാർജറും ഉണ്ട് അല്ലേ, വെള്ളം ഉണ്ട്. വാവ് നൈസ്. പുഷ് ബാക്ക് ആയിരിക്കും ഇത് അല്ലേ. നേരെ പൊക്കാറോ അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നേരെ നമ്മൾ നാളെ രാവിലെ പൊക്കാറത്ത് പൊക്കാറിന്റെ വിഷയം വീഡിയോ വീണ്ടും കാണാം. ബൈ.